ജീവിതത്തിൽ എപ്പോഴെങ്കിലും അസഹനീയമായിട്ടുള്ള തലവേദന അനുഭവിക്കാത്തവരായി നമ്മുടെ ഇടയിൽ തന്നെ ആരും ഉണ്ടാവില്ല. എന്നാൽ സ്ഥിരമായിട്ടുള്ള തലവേദന വരുന്നവർക്ക് ഇതെപ്പോഴാണ് അപകട ലക്ഷണമായി കണക്കാക്കേണ്ടത് എന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല. ഒരു തലവേദനയുടെ അപകട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. തലവേദനയുടെ കാരണങ്ങളിൽ ഒരു 90% പ്രശ്നക്കാരായിട്ടുള്ളതല്ല. എന്നാൽ വളരെ ഒരു ചെറിയ ശതമാനം നമ്മുടെ തലച്ചോറിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ നമ്മൾ മിസ്സാവാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു അപകട ലക്ഷണങ്ങൾ അഥവാ റെഡ് ഫ്ലാഗ്സ് പ്രധാനമായും 3 കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ തലച്ചോറിനെ കവർ ചെയ്ത് തലച്ചോറിന്റെ ആവരണങ്ങളായ മെനിഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഉരുക്കുകോട്ടയായിട്ട് തലയോട്ടിയുമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രക്തക്കുഴലുകളും തലച്ചോറിന്റെ ആവരണങ്ങൾക്ക് ചുറ്റുമുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും. അപ്പോൾ ഈ തലച്ചോറിലോ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലോ അതല്ലെങ്കിൽ ഈ ആവരണത്തിലോ ഉള്ളിലുള്ള രക്തക്കുഴലുകളിലോ മർദ്ദത്തിന് വ്യത്യാസം സംഭവിച്ചാൽ തലവേദന അനുഭവപ്പെടാം. അതുകൊണ്ട് പ്രധാനമായും 3 കാരണങ്ങളാണ് അപകട സൂചനകളുള്ള തലവേദനയ്ക്ക് കാരണമാവുന്നത്. ഒന്ന്, തലച്ചോറിനുള്ളിലെ ട്യൂമറുകൾ. ഇതിനെ തന്നെയാണ് ആളുകൾ ഒരുപാട് ഭയക്കുന്നതും. രണ്ടാമത്തേത്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ വരുന്ന പ്രശ്നങ്ങൾ. അത് ആർട്ടറിയോ വെയിനോ രക്തധമനികൾ അടയുന്നതാവാം അഥവാ പൊട്ടുന്നതാവാം. പിന്നെ അതല്ലെങ്കിൽ രക്തക്കുഴലുകൾ ബലൂൺ പോലെ വീർത്ത് വരുന്ന അത് അന്യൂറിസമൽ റപ്ചർ അഥവാ പൊട്ടിപ്പോകുന്നതുമാവാം. അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ. മൂന്നാമത്തേത്, തലച്ചോറിലും തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിലും ഇൻഫെക്ഷൻ ഉണ്ടാവുക. മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, അതുപോലെ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്ന മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. അപ്പോൾ അപകട സൂചനകളുള്ള എല്ലാ തലവേദനയും ഈ 3 കാരണങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപകട ലക്ഷണങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അപകട ലക്ഷണങ്ങളിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ തലവേദന വരുന്നത് കൂടുതൽ ആളുകൾക്കും ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന തരം തലവേദനയാവാം, മൈഗ്രെയിൻ്റെ തലവേദനയാവാം, പിന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വരുന്ന ക്ലസ്റ്റർ ഹെഡേക്ക് ആവാം. ഇത് കൂടാതെ മറ്റു പല കാരണങ്ങളും തലവേദനയ്ക്കുണ്ട്. എന്നാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് തലവേദന അനുഭവിക്കുന്ന ആളുകളിൽ ഈ തലവേദനയുടെ പാറ്റേണിൽ ഒരു വ്യത്യാസം വരുന്നു. സാധാരണ മൈഗ്രെയിൻ തലവേദനകളൊക്കെ ശബ്ദം കേട്ടാൽ ബുദ്ധിമുട്ടുണ്ടാവും, ലൈറ്റ് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു വശത്ത് മാത്രമായിരിക്കാം ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഛർദിയുമൊക്കെ ഉണ്ടാവാം. എന്നാൽ ഈ പാറ്റേണിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദനയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത് ഒരു അപകട സൂചനയാണ്. ഇത് എപ്പോഴും വരുന്ന തലവേദന പോലെ തുടങ്ങി തീർത്തും മാറുന്നില്ല, ഒരു 3-4 ദിവസം അസഹനീയമായിട്ടുള്ള തലവേദന നിലനിൽക്കുന്നുണ്ട്, അതൊരു പാറ്റേണിന്റെ ചേഞ്ചാണ്. അതുപോലെ തന്നെ ഇതിന്റെ കാഠിന്യം മുമ്പ് അനുഭവിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ സാധാരണ മൈഗ്രെയിൻ തലവേദനകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാവും. ഈ ട്രിഗർ ഇത്തവണ ഈ തലവേദനയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു റെഡ് ഫ്ലാഗ് സൈൻ ആയേക്കാം. ഇനി മനസ്സിലാക്കേണ്ട അടുത്ത കാരണം, രാവിലെ എണീക്കുമ്പോൾ തന്നെ തലവേദനയോടുകൂടി എണീക്കേണ്ടി വരുന്നു. അപ്പോൾ ഛർദിയും ഇതിൻ്റെ കൂടെയുണ്ട്. ഇത് തലച്ചോറിനകത്തെ സമ്മർദ്ദം കൂടുന്നതിൻ്റെ അടയാളമാണ്. അതായത് റേസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ, തലച്ചോറിനുള്ളിലെ ട്യൂമറുകളുടെ ഒരു അടയാളമാവാം ഇത്. പിന്നെ തലയുടെ പിൻഭാഗത്തായിട്ട് തലവേദന തോന്നുന്നു, ഓക്സിപിറ്റൽ ഹെഡേക്ക് എന്ന് പറയും. ഇതും ഒരു അപകട സൂചന തന്നെയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തലവേദന വളരെ പെട്ടെന്ന് അസഹനീയമായിട്ടുള്ള വേദന വരുന്നു. തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് മെഡിക്കൽ ഭാഷയിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മുമ്പ് ഒരിക്കലും സഹിച്ചിട്ടില്ലാത്ത വിധം അസഹനീയമായ തല പൊട്ടിപ്പിളർന്നു പോകുന്ന തരം തലവേദന. ഇത് കൂടുതലും തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സബറക്നോയിഡ് ഹെമറേജിൽ ഉണ്ടാവാം. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മൾ മിസ്സാവാൻ പാടില്ലാത്ത തലവേദനയാണ്. ഇതാണ് അടുത്ത അപകട സൂചന. പിന്നെയുള്ളത്, ഇതുവരെ തലവേദനയൊന്നും ജീവിതത്തിൽ വരാത്ത ഒരാളാണ്. എന്നാൽ ഒരു മധ്യവയസ്സിന് ശേഷം, പ്രത്യേകിച്ചും ഒരു 50-60 വയസ്സിന് ശേഷം പെട്ടെന്നൊരു തലവേദന പ്രത്യക്ഷപ്പെടുന്നു. ഇത് മുമ്പൊന്നും തോന്നിയിട്ടില്ലാത്ത വിധമുള്ളൊരു തലവേദനയാണ്. പ്രത്യേകിച്ച് യാത്രയോ സ്ട്രെസ്സോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഉറക്കക്കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു തലവേദന വന്നാൽ തീർച്ചയായും ഡോക്ടറെ കാണുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തലവേദനയോടൊപ്പം തലകറക്കം അനുഭവിക്കുന്നുണ്ട്, കൈകാലുകൾക്ക് തരിപ്പുണ്ട്, ബലക്കുറവുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇതൊരു അപകട സൂചനയാണെന്ന് മനസ്സിലാക്കണം.
പിന്നെയുള്ളത് ഈ തലവേദനയോടൊപ്പം പനി വരുന്നുണ്ട്, കഴുത്തിൽ വേദനയുണ്ട്, നെക്ക് സ്റ്റിഫ്നെസ്. ഇത് തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിലോ അതല്ലെങ്കിൽ തലച്ചോറിൽ തന്നെയുള്ള ഇൻഫെക്ഷന്റെയോ അടയാളമാവാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഉടൻ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെയുള്ളത് പലപ്പോഴും തലവേദനയോടൊപ്പം കാഴ്ച മങ്ങുക, ദൂരോട്ട് നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുക. ഈ കാഴ്ചയ്ക്കുള്ള പ്രശ്നവും അപകട സൂചന തന്നെയാണെന്ന് മനസ്സിലാക്കുക. തലച്ചോറിനുള്ളിലെ ട്യൂമറുകളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, രോഗിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വളരെ സട്ടിലായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. തലവേദനയോടൊപ്പം രോഗിയുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ അനുഭവപ്പെടുക. സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം അറിയാതെ സാധിച്ചു പോവുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തലച്ചോറിലെ ട്യൂമറുകളുടെ അടയാളമാവാം. അതുപോലെ തന്നെ അപസ്മാരം അഥവാ ഫിറ്റ്സ് കൂടെ വരിക. മുമ്പൊന്നും ഇത് കണ്ടിട്ടില്ല. ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇതൊരു അപകട സൂചനയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന തലവേദന ഒരു റെഡ് ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ നേരത്തെ തലവേദനയുള്ള ആളുകളിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം ഈ തലവേദനയുടെ പാറ്റേണിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വളരെ സിവിയർ ആയിട്ടുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന രീതിയിൽ തല പൊട്ടിപ്പോകുന്ന തരം തലവേദനയും അപകട സൂചനയാണെന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ മറ്റസുഖങ്ങളുള്ളവർ, പ്രത്യേകിച്ചും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതുപോലെ തന്നെ മറ്റ് ക്യാൻസറുകൾ, പ്രത്യേകിച്ചും ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയൊക്കെയുള്ള രോഗികളിൽ തലച്ചോറിലേക്ക് ഈ ട്യൂമറുകളുടെ സെക്കൻഡറീസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള അവസ്ഥകളിലും തലവേദന വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട അപകട സൂചനകൾ എന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കി പെട്ടെന്ന് പറഞ്ഞാൽ, പെട്ടെന്നുണ്ടാകുന്ന ഒരു തലവേദന അപകട സൂചനയാണ്. മുമ്പൊന്നും സഹിച്ചിട്ടില്ലാത്ത വിധം അസഹനീയമായ തല പൊട്ടിപ്പിളർക്കുന്ന വിധമുള്ള തലവേദന, ഒരു 50 വയസ്സിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന തലവേദന, രാവിലെ ഉറക്കത്തിൽ നിന്ന് ഛർദിയും തലവേദനയോടും കൂടി എണീക്കുക, അതുപോലെ തന്നെ ഈ തലവേദനയോടൊപ്പം പനി, കഴുത്തനക്കാനുള്ള ബുദ്ധിമുട്ട്, അപസ്മാരം പ്രത്യക്ഷപ്പെടുക, കൈകാലുകൾക്ക് തരിപ്പ്, ബലക്കുറവ്, കണ്ണിന് കാഴ്ചക്കുറവ്, ദൂരോട്ട് നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുക, സംസാര വൈകല്യം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനമൊക്കെ അറിയാതെ പോവുക, പെട്ടെന്നുള്ള ദേഷ്യം. ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു സാധാരണ തലവേദനയല്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ കാരണം കണ്ടുപിടിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ അപകട സൂചനകളുള്ള തലവേദനകൾ പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടുള്ളതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന്റെ പ്രശ്നം മൂലമാവാം, തലച്ചോറിലുള്ള ട്യൂമറുകൾ കാരണമാവാം, തലച്ചോറിലും തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിലും വരുന്ന ഇൻഫെക്ഷൻസ് ആവാം, അതുപോലെ തന്നെ തലച്ചോറിനുള്ളിലെ സമ്മർദ്ദം കൂട്ടുന്ന കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാവാം. അപ്പോൾ ഇനി നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഒരു തലവേദന വരുമ്പോൾ അത് റെഡ് ഫ്ലാഗ് സൈൻ ആണോ അതോ സാധാരണ വരുന്ന മൈഗ്രെയിൻ തലവേദനയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.